ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത റൈഫിൾ ക്ലബ്, ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. ശ്യാം പുഷ്കർ ആണ് ഈ സിനിമയുടെ റൈറ്ററായിട്ട് വന്നിട്ടുള്ളത്. ശ്യാം പുഷ്കർ മാത്രമല്ല, ദിലീഷ് കരുണാകരനും അതുപോലെ സുഹാസ്, ഇവർ 3 പേര് ചേർന്നാണ് എഴുതിയിട്ടുള്ളത്. ആഷിഖ് കപൂറാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സിനിമ കിഡു സാധനം അങ്ങനെ പറയാം. കൂടുതലൊന്നും പറയുന്നില്ല. കിഡു സാധനം, അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ ഐറ്റം സാധനമാണെന്നുള്ളത്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് എന്തായാലും ഫസ്റ്റ് ഡേ പോയി കാണണമെന്ന് തീരുമാനിച്ചൊരു പടമായിരുന്നു. ചില സിനിമകളൊക്കെ ഫസ്റ്റ് നമ്മള് എന്താ പറയുക, ട്രെയിലർ അടിപൊളിയായിരിക്കും, പക്ഷെ സിനിമ ഒന്നിനും ഉണ്ടാവില്ല, ഒരു വസ്തുവും കൊള്ളാത്തൊരു സിനിമയായിരിക്കും. പക്ഷെ ഈ സിനിമ അങ്ങനെയല്ലായിരുന്നു. പൊളിയാണ്. സിനിമ അങ്ങോട്ട് തുടങ്ങിയ ശേഷം പിന്നെ അങ്ങോട്ട് ഫുള്ള് വെടി പുക അടിയില്ല, വെടി പുക കിഡു ഐറ്റം എന്ന് പറഞ്ഞാൽ കിഡു ഐറ്റം. സ്റ്റോറി ഒന്നുമില്ല, സ്റ്റോറി പ്രത്യേകിച്ച് നോക്കാൻ ഒന്നുമില്ല. 1991 ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അവിടെ വെച്ചിട്ട്, ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു സംഭവം നടക്കുകയാണ്. ആ ഒരു സംഭവം സുൽത്താൻ ബത്തേരിയുള്ള റൈഫിൾ ക്ലബിൽ എത്തുകയാണ്. ആ സംഭവത്തിന്റെ പ്രശ്നങ്ങൾ റൈഫിൾ ക്ലബിൽ എത്തുകയാണ്. പിന്നീട് അവിടെ ഉണ്ടാകുന്ന വെടിവെപ്പും കാര്യങ്ങളാണ് സിനിമയിൽ പറഞ്ഞു നോക്കുന്നത്. കൂടുതൽ കഥയൊന്നും പ്രതീക്ഷിച്ചു പോകണ്ട. ഒരു ആഷിഖ് കപൂറിന്റെ ഒരു അമൽ നീരദ് സ്റ്റൈലിഷ് മേക്കിംഗ് എന്ന് പറയാം. അമൽ നീരദ് ബോഗൺവില്ലയിൽ നമ്മൾ ബോഗൺവില്ല കാണാൻ പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സാധനം ഇതിൽ നിന്ന് കിട്ടിയെന്ന് തന്നെ പറയാം. ആ രീതിയിലൊരു സ്റ്റൈലിഷ് മേക്കിംഗ് തന്നെയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ആഷിഖ് കപൂറിന്റെ അടുത്ത് നിന്ന് ഇതുപോലൊരു സംഭവം തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റമായിരുന്നു ആഷിഖ് കപൂറിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ പറയാന്നെങ്കിൽ ഇതിൽ ആർട്ട് വർക്ക് 1991 കഥ വർക്ക് പറഞ്ഞല്ലോ, ആർട്ട് വർക്ക് കിഡിലനായിരുന്നുള്ളതാണ്. പിന്നെ അവരുടെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് അതൊക്കെ എന്താ പറയാ, നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ഇതിന്റെ മ്യൂസിക് ചെയ്ത് റെക്സ് വിജയനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയിലായിരുന്നു പോലെ. കിഡു മേക്കിംഗ്. ആ ഒരു BGM ആണ് ഈ സിനിമയുടെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിന്റെ എന്താ പറയാ, മ്യൂസിക് തന്നെയാണ്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അടിപൊളിയായിരുന്നു. പാട്ടുകളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു പാട്ടുണ്ട്, അതിൽ സ്റ്റാർട്ടിങ് ഒക്കെ ഒരു എന്താ പറയാ, പാട്ട് ഒരു സൈഡിൽ കൂടെ മ്യൂസിക് വേറെ സൈഡിൽ കൂടെ പോകുന്ന പോലെയൊക്കെ തോന്നിയെങ്കിലും സംഭവം പൊളിയായിരുന്നു എന്നുള്ളതാണ്. പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിലെ പെർഫോമൻസ്, അഭിനയിച്ചവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഓരോരുത്തരായിട്ട് പറയാം. ഒന്നാമത്തെ വിജയരാഘവൻ, ഒരു എന്താ പറയാ, സ്ട്രക്ചറിൽ ഇരുന്നുകൊണ്ടുള്ള സംഭവം അങ്ങനെയുള്ളത്. ഒരു ചിരി ഉണ്ട് അദ്ദേഹത്തിന്റെ. എൻ്റെ പൊന്നെ, ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ്, അടിപൊളി സ്ക്രീൻ പ്രസൻസ് ആണ്. പിന്നെ ദിലീഷ് പോത്തൻ പറയണ്ട, അങ്ങേർക്ക് ഇതേപോലെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്തു കൊണ്ടുപോകുന്നുള്ളത് രക്ഷയില്ല. കിഡിലൻ പെർഫോമൻസ് ആണ്. കിഡിലൻ കുറെ ഡയലോഗ്സ് ഉണ്ട്, അടിപൊളി കുറെ ഡയലോഗ്സ് ഉണ്ട്, സിറ്റുവേഷൻ കോമഡീസ് ഉണ്ട്, കുറെ സംഭവങ്ങൾ എന്നുള്ളത്. പിന്നെ വാണി വിശ്വനാഥ് ഒരു കിഡിലൻ കംബാക്ക് എന്ന് പറയാം. ആ ഒരു വാണി വിശ്വനാഥിന്റെ ഒരു കിഡിലൻ കംബാക്ക് തന്നെയാണ്. നല്ലൊരു കഥാപാത്രമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓരോ നല്ല ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അനുരാഗ് കശ്യപ് എടുത്ത് പറയേണ്ട ഒരു ചങ്ങയാണ് കേട്ടോ. അനുരാഗ് കശ്യപിന്റെ പൊന്നെ, ആ സ്ക്രീനിൽ അങ്ങോട്ട് വന്നു നിന്ന് ഡയലോഗ്, അതായത് അദ്ദേഹത്തിന്റെ ഡബ് ചെയ്ത അദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു. ആ ഒരു ഹിന്ദിയും കന്നഡയും എല്ലാം കൂടി മിക്സ് ചെയ്ത്, മലയാളം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംസാരം അടിപൊളിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ചിരിയും ആ സ്ക്രീൻ പ്രസൻസും ആ ഷർട്ടൊക്കെ അയച്ചു വരുന്ന ഒരു സീനുകളൊക്കെ ഉണ്ടോ, പൊളിയായിരുന്നു സംഭവം. പിന്നെ സുരഭി ലക്ഷ്മി ആസ് യൂഷ്വൽ കാണുന്നത് പോലെ തന്നെയുള്ള സംഭവം. പിന്നെ ദർശകരാജേന്ദ്ര വലിയ ഇതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത. സുരേഷ് കൃഷ്ണ ഉണ്ടായിരുന്നു, വിനീത് കുമാർ ഉണ്ട്, ഉണ്ണിമായ പ്രസാദ് ഉണ്ട്, വിഷ്ണു അഗസ്ത്യ അദ്ദേഹത്തിന്റെ റോളും കിഡിലായിരുന്നു. വിഷ്ണു അഗസ്ത്യ നമ്മളെ RDXലെ വില്ലൻ അറിയാലോ, വിഷ്ണു അഗസ്ത്യ പൊളിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ഡയലോഗ്സ് ഡെലിവറി ഒക്കെ ഉണ്ട്, കിഡിലാണ് സംഭവം. പിന്നെ സന്നാണ്ട് ഹനുമാൻ കായിട്ട് പറയണം, ഒരു ഗാങ്സ്റ്റർ സംഭവം എങ്ങനെ ആ ഒരു സ്ക്രീനിൽ എങ്ങനെ വരണം എന്നുള്ളത്, ഒരു വെസ്റ്റേൺ സ്റ്റൈൽ കിഡിലൻ സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. കിഡു എന്ന് തന്നെ പറയാം. കുറച്ചുകൂടി ഒരു സ്ക്രീൻ കൊടുക്കാമായിരുന്നു, കുറച്ച് സ്പേസ് കുറച്ചുകൂടി കൊടുക്കാമായിരുന്നു തോന്നുന്നു. പിന്നെ ഡയലോഗ് ഡെലിവറി, ഇംഗ്ലീഷ് കലർന്ന സംഭവം, ഡയലോഗ് ഡെലിവറിയിലൊക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ റംസാന് കുറച്ചുകൂടി ഒരു സ്ക്രീൻ, അതായത് ഈ മലയാള സിനിമയിൽ ഇനിയും അദ്ദേഹത്തിന് കാലിബർ ഉണ്ട്. നല്ല ഡാൻസറായിട്ടും നല്ല അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡാൻസിങ്ങിന് മാത്രമല്ല, ഒരു നായകനായിട്ടും ഒരു സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു
ആളാണ് റംസാൻ മുഹമ്മദ് പറഞ്ഞ. അത് സംഭവം ഒന്നുമില്ല, സ്റ്റോറി ഒന്നുമില്ല. സിനിമ തുടങ്ങി വെടിയാണ്, വെടി പോക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സാധനം. സ്റ്റോറി നോക്കണ്ട, സ്റ്റോറി നോക്കി പോകുന്നവർ ഈ സിനിമയ്ക്ക് പോകണ്ട. തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ പോവുക. സ്ലോ ആണ് സിനിമ, ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. അതായത് അതിന്റെ സ്ലോ എന്ന് പറയുന്നത് സ്ലോ മോഷൻ ആണ്. പല സ്ഥലത്തും സ്ലോ മോഷൻ, കൂടുതലായും സ്ലോ മോഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് അടിപൊളിയായിട്ട്. പിന്നെ കാട്ടുന്നുള്ളൊരു സീനുണ്ട്, കടുവേനെ കാണിക്കുക, കടുവേന്റെ ഒരു പട്ടീന്റെ ഒരു സീനുണ്ട്. ആ ഭാഗത്ത് കുറച്ച് VFX കുറച്ചൊരു CGI കുറച്ചൊരു മോശമായി തോന്നി. ബാക്കിയൊക്കെ പന്നീന്റെ സീനുകളൊക്കെ ഉണ്ട്, കിഡുമായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ആകെ 1 മണിക്കൂർ 55 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. അത് മതി. ആ ഒരു സമയം കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു നിർത്തിയിട്ടുണ്ട് അവർ. ആ റൈഫിൾ ക്ലബ്ബാണ് സിനിമയുടെ പേര് തന്നെ റൈഫിൾ ക്ലബ്ബ് എന്നാണ്. ആ റൈഫിൾ ക്ലബ്ബിൽ വരുന്ന കുറച്ച് ആൾക്കാർ അവരെ എങ്ങനെ നേരിടുന്നുള്ളതാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ടെക്നിക്കൽ സ്റ്റോറി ഇല്ല, സ്റ്റോറി നോക്കുകയോ വേണ്ട എന്നുള്ള ഞാൻ പറയും. സ്റ്റോറി ഉണ്ട്, അല്ല സ്റ്റോറി കൊണ്ട് ഈ ഒരു സിനിമയിൽ വലിയൊരു സ്ഥാനം ഈ സിനിമയ്ക്കില്ല. ടെക്നിക്കൽ കൊണ്ട് പൊളിച്ചടക്കിയ ഒരു സിനിമ. ടെക്നിക്കൽ സൈഡ് കിടുമായിരുന്നു. അത് ആ ഒരു വശം നോക്കി പോവുകയാണെങ്കിൽ നല്ല കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ലൈമാക്സിൽ എനിക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു കാര്യം ഞാൻ പറയട്ടെ. ക്ലൈമാക്സിൽ ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. പക്ഷെ അത്ര അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഒരു ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു സത്യം പറയുകയാണെങ്കിൽ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളൊരു ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ ഇനിയും വേണ്ടിയിരുന്നു എന്നുള്ളൊരു അതും ഇതുവരെ നിർത്തിയോ ഇനിയും കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആ ഒരു ഇതുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അടിപൊളിയായ സിനിമ കണ്ടു നോക്കുക, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ചോരക്കളി തന്നെയാണ്. ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്തു. ക്രിസ്മസ് ചോരക്കളിയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. നാളെ മാർക്കോ എത്രത്തോളം എങ്ങനെയുള്ള ചോരക്കളി ആയിരിക്കുന്നുള്ളത് കണ്ടറിഞ്ഞത് കാണാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കിടു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.